പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യഗാന ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദിവ്യഗാനുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാലെ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലെ ഒരു വെള്ളിയാഴ്ച ഒരു കുടുംബം മിടുക്കിയായ ഒരു 14 വയസ്സുള്ള പെൺകുച്ചിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. അവരുടെ ആവശ്യം ആ മകൾക്ക് വേണ്ടി തമ്പുരാന്റെ കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം മകളെ ലുക്കേമിയ എന്നുള്ള രോഗം ബാധിച്ചിരിക്കുന്നു, ബ്ലഡിലെ ക്യാൻസർ. അതുകൊണ്ട് വേദന അനുഭവിക്കാതെ തമ്പുരാന്റെ കൃപയും കരുണയും ഈ മകൾക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് സമ്പത്തുള്ളി മാതാപിതാക്കന്മാർ മകളെയും കൊണ്ട് വന്നത്. ശുശ്രൂഷ മുഴുവൻ ദേവാലയത്തിനകത്തിരുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചൊക്കെ കൊടുത്തു വിട്ടു. പിറ്റേ വെള്ളിയാഴ്ച അവർ വീണ്ടും വന്നിരിക്കുകയാണ്, ദൂരെ നിന്നുള്ളവരെ. അവർ പറഞ്ഞു, അച്ഛാ, വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചതിന് ശേഷം 3-4 ദിവസം ഒരു കുഴപ്പവുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന് ശുശ്രൂഷയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നി അവരൊരു 1.5 വർഷം അങ്ങനെ വന്നു. അതിനുശേഷം ആ കുഞ്ഞ് ഈ ലോകത്ത് നിന്നും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. ആ കുടുംബം അതിനുശേഷവും വന്ന് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു: ഈശോയുടെ ദിവ്യഗാനത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നന്നായിട്ട് വേദന അനുഭവപ്പെടേണ്ട ആ ശരീരത്തിൽ അതൊന്നും അറിയാതെ ആഴ്ചയിൽ 3-4 ദിവസം കടത്തിവിടാൻ പറ്റുന്നു. അത് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാരുടെ അനുഭവസാക്ഷ്യമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 41-42 തിരുവചനങ്ങളെ എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗിലെ ഒരു അധികാരിയായ ജൈറോസ് യേശുവിന് കാൽക്കൽ വീണ് തന്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു. 12 വയസ്സോളം പ്രായമുള്ള അവന്റെ ഏകപുത്രി ആസന്ന മന്നയായിരുന്നു. അതെ, ജീവന്റെ മേൽ അധികാരമുള്ള നാഥന്റെ മുമ്പിലാണ് നമ്മളൊക്കെ ആയിരിക്കുക. ഇന്ന് ഒരു രോഗവുമില്ലാതെ ആരോഗ്യത്തോടെ കഴിയുന്ന നമുക്കും ഇതുപോലെ രോഗങ്ങൾ കടന്നു വരാം, നമ്മളെ സമീപിച്ചെന്ന് വരാം. ഞാൻ പറയും, അതിനുവേണ്ടിയൊക്കെ മുൻകൂട്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായിരിക്കും. എത്രയോ കുടുംബങ്ങളിൽ ഒന്നും ആശ്വാസമില്ലാതെ രോഗത്താൽ വലയുന്ന, ദാരിദ്ര്യത്താൽ വലയുന്ന, സമാധാനമില്ലാത്ത കുടുംബജീവിതം നമ്മൾ കേൾക്കുന്നു. അങ്ങനെയൊന്നും ആകാതിരിക്കുവാൻ മുൻകൂട്ടി ഒരു കരുതൽ നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചെടുക്കണം. ആ കുടുംബം ദൂരെ നിന്ന് വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്കായിട്ട് വരുമ്പോൾ, തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, തമ്പുരാൻ അവരെ സുഖപ്പെടുത്തുന്നുണ്ട്, തമ്പുരാൻ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തമ്പുരാൻ ആ മകളുടെ ശരീരത്തിന്റെ വേദന അല്ലെങ്കിൽ ഈ രോഗം വഴി വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട് മക്കൾ വിശ്വസിക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുൻകൂട്ടി തന്നെ എല്ലാ കാര്യത്തിലും വിശ്വസിച്ച് മുന്നേറാൻ ഇടയാകണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായി തീരുക. ഓരോ ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യവും നമ്മളെ സുഖപ്പെടുത്തുന്നതാകണം, നമ്മളെ അനുഗ്രഹിക്കുന്നതാകണം. അവിടെ ദിവ്യഗാനനാഥനോട് നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. കരുതലുള്ള ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കിപ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ആരോഗ്യമുണ്ട്. ഇതെന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് മാരക രോഗങ്ങൾ വരാം. ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് സഹനത്തിലൂടെ, രോഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനുശേഷമാണ് അങ്ങ് ജീവൻ എടുക്കുന്നത് എന്ന് അങ്ങേക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തു വന്നാലും അങ്ങയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ശക്തി നേടി ഈ ഭൂമിയിലെ ജീവിതം അത് ദൈവത്തിന്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിലേക്ക് വന്നു ചെയ്യുവാൻ കൃപയ്ക്കായി എളിമയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അതിനുള്ള അനുഗ്രഹം ഈശോയിൽ നിങ്ങൾക്ക് വാങ്ങിത്തരണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.